ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവം നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ, സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ ഉത്സവം നടക്കുമ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സിന് അങ്ങനെ ഒതുങ്ങിക്കൂടി പറ്റില്ലല്ലോ. അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു കലോത്സവത്തിൽ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് നമ്മൾ ഈ കലോത്സവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? നമ്മൾ ഫുഡ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, എല്ലാ ജില്ലക്കാർക്കും വരുമ്പോൾ വിളമ്പി കൊടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റേജും നമ്മൾ ഒന്ന് നോക്കുന്നുണ്ട്, അവിടുത്തെ എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ കലോത്സവത്തിന് നിങ്ങളെ ടീമിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? 850 പേര് വന്നിട്ടുണ്ട് അല്ലേ? അതായത് നമ്മൾ കലോത്സവത്തിന്റെ എല്ലാ വേദികളും 25 വേദികളുണ്ട്. അതല്ലാതെ തൃശ്ശൂർ ഒരു വലിയ ഉത്സവം നടക്കുന്ന സമയത്ത് എന്തൊരാവശ്യം എവിടെയുണ്ടെങ്കിലും ഏത് കുട്ടികൾക്കും ഒരു ആവശ്യത്തിന് വിളിക്കാനായിട്ട് നമ്മളെല്ലാവരും എല്ലാ വേദിയിലും ഉണ്ട് അല്ലേ? എല്ലായിടത്തും ഇല്ലേ നിങ്ങൾ? അപ്പോ 5 ദിവസത്തെ കലോത്സവം, 5 ദിവസവും നിങ്ങളുണ്ടോ? എങ്ങനെയാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കലോത്സവം തീരുന്ന പരിപാടി തീരുന്നവരെ 24 hours ഇവിടെ ഉണ്ട്? 24 hours വൈകുന്നേരം വരെ ഞങ്ങൾക്ക് വൈകുന്നേരം വരെ റോവേഴ്സിന് നൈറ്റ് കൂടുതൽ നിൽക്കുക, പിന്നെ റേഞ്ചേഴ്സ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എപ്പോഴും ഉണ്ട്. ആർക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുണ്ട്, എന്തും ചെയ്തു കൊടുക്കാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ പ്രധാന വേദിക്ക് അരികിൽ സൂര്യകാന്തിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പവലിയൻ ഉണ്ട്. അവിടെയും കുറെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇതെന്തൊക്കെയാ? ടെന്റും ഗാഡ്ജറ്റും, പിന്നെ വാച്ച് ടവർ, പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ ഒരു കൂടാരം ഒരുക്കിയിട്ടുണ്ട് അല്ലേ? അതാണ് ടെന്റ്. ഓക്കെ. പിന്നെ അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. എന്താ? വാച്ച് ടവർ ഉണ്ട്. അത് നിങ്ങൾ തന്നെയല്ലേ റെഡി ആക്കിയിട്ടുള്ളത്? അതെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരാൽ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാറ് ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ സാറിനോട് ചോദിക്കാം, എന്തൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? എൻ്റെ കാലയളവിൽ 3ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. മുൻ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്ന് പങ്കാളിത്തം ഈ വർഷം കൂടുതലാണ്. 850ഓളം പേരുണ്ട് എല്ലാ സ്റ്റേജിലും. അതുപോലെ തന്നെ ഫുഡ് കൗണ്ടറിൽ 150ഓളം പേര് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെയും റോവേഴ്സ് റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പങ്കെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ആവേശമാണ് കലോത്സവം. പൂരം പോലെ തന്നെ ഒരു ആവേശമാണ്. എല്ലാവരും ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്യുന്നുണ്ടല്ലേ? ആരും മടിയൊന്നും കാണിക്കുന്നില്ല? എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി എപ്പോൾ വേണമെങ്കിൽ സർവീസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. എല്ലായിടത്തേക്കും ഞങ്ങൾ മേൽനോട്ടത്തിന് ആണ് ഇവരധികം വിടുന്നത്. ഫുഡിൻ്റെ അവിടെയും ഞങ്ങളുടെ കുട്ടികളധികം ഉണ്ട്. ഇവിടെ സ്റ്റേജ് 1ലും 2ലും നമ്മുടെ കുട്ടികൾ പോയി ഇവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇവർ ഒപ്പത്തിനൊപ്പം. അപ്പോൾ നമുക്കറിയാം, ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ എത്രയോ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. തൃശ്ശൂരിനെ നല്ല രീതിയിൽ അറിയുന്നവരും അതേപോലെ അറിയാത്തവരും പല ജില്ലയിൽ നിന്നായിട്ട് അവിടെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായാലും സംശയം ചോദിക്കാനൊക്കെ ആളുകൾ വരാറുണ്ടോ? വരാറുണ്ട്. എന്തൊക്കെ സംശയങ്ങളാണ് പൊതുവേ നമ്മൾ? വേദികൾ ചോദിക്കാനും അങ്ങനെ ടോയ്ലറ്റിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ആളുകൾക്ക് ഇങ്ങനെ ആരോട് ചോദിക്കും എന്നിങ്ങനെ നോക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ഇവിടെ മത്സരിക്കാൻ വന്നവരാണോ അതോ ഈ നാട്ടുകാരാണോ ഇവിടെ ഉള്ളത്, ആരോടാ ചോദിക്കേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവല്ലോ. അപ്പോഴാണ് മാലാഖമാരെ പോലെ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് ടീമിനെ കാണുക. അപ്പോൾ അവരോട് എന്ത് ചോദിച്ചാലും ഉത്തരം നൽകാനായിട്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവരെപ്പോഴും റെഡിയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർക്ക് ധൈര്യമായിട്ട് വരാം, എന്ത് സംശയവും ചോദിക്കാം. എല്ലാം പറഞ്ഞു കൊടുക്കാനാണെങ്കിലും എന്തൊരു ആവശ്യത്തിനാണെങ്കിലും നമ്മളെപ്പോഴും കൂടെ ഉണ്ട് അല്ലേ? യെസ്. നമ്മുടെ ആ ഒരു ശക്തി, നമ്മൾ ആ അത്രയും പേര് 850ഓളം പേരാണ് ഓരോ ദിവസവും, എല്ലാ ദിവസവും കലോത്സവത്തിൻ്റെ ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെ എല്ലാ സമയത്തും ഇവിടെ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്.